ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി വിസിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രന്റെ ശ്രീജ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ഏട്ടത്തി എന്ന് പറഞ്ഞ് ശ്രീജ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ശ്രീജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം ആ പേപ്പറും കയ്യിൽ പിടിച്ചിങ്ങനെ കരയും ചിരിക്കുകയൊക്കെ ഒരുമിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം അവിടെ ഇരുന്നൊരു പെട്ടി എടുത്തു. ആ പെട്ടിയിൽ എന്തോ ഒരു പേപ്പറുകൾ ഇരിപ്പുണ്ടായിരുന്നു. ആ പേപ്പറുകൾ എടുത്തിട്ട് ഇങ്ങനെ നടന്ന കാര്യങ്ങൾ, അതായത് വേദ എവിടെ ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. വിക്രം ഇങ്ങനെ അവിടെ നിന്ന് പല്ല് തേച്ച് മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അങ്ങോട്ടേക്ക് ഒരു പേപ്പർ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു വിക്രം വേദയോട്. അപ്പോൾ വിക്രമിൻ്റെ ശത്രുഗുണ്ടകൾ നടത്തിയ അക്രമത്തിലേ ഇതേ കത്തിപ്പോയ എഗ്രിമെൻ്റ് ആണെന്ന് വേദ പറയാം. ഇതെന്താ ചെയ്യേണ്ടത്, കത്തിക്കട്ടെ എന്ന് ചോദിക്കുമ്പം എഗ്രിമെൻറ്റോ, എന്ത് എഗ്രിമെൻ്റ് ആണെന്ന് ചോദിച്ചേ. അപ്പോൾ എന്താ മോളെ അതെന്ന് ചോദിച്ചു കമല അങ്ങോട്ടേക്ക് വന്നു. അതുമ്മേ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം നിൽക്കാം. ഉണ്ടമ്മേ ഉണ്ട്, അതെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കത്തിപ്പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് രേഖയാണ് മോളെ അത്? ഞാനിവിടെ വന്ന് താമസം തുടങ്ങിയില്ലേ അമ്മേ, ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴേ വിക്രം എഴുതി ഉണ്ടാക്കി എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച ഒരു എഗ്രിമെൻ്റ് ഇതെന്ന് പറഞ്ഞു. അതെന്തിനാ മോളെ? അതൊക്കെ ഉണ്ടമ്മേ, എന്നൊന്ന് വായിച്ചാൽ ഞാനത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പാതി കത്തിപ്പോയി, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. വേദ വായിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊന്നുമില്ല അമ്മേ, അവൾ വെറുതെ ഓരോന്ന് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് വിക്രം. അയ്യോ വെറുതെ ഒന്നുമല്ല, എല്ലാം വിക്രം പറഞ്ഞിട്ട് എഴുതിയത് തന്നെയാണെന്ന് വേദ പറഞ്ഞു. ആഹാ എന്നാൽ ഒന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദ അത് വായിക്കുകയാണ്. വേദ വായിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എൻ്റെ കരണത്തടിക്കുകയും താലി മഹാത്മ്യം പറഞ്ഞ് ബോറടിപ്പിച്ചതിൻ്റെ ശിക്ഷയായി ഒട്ടും ആഗ്രഹമില്ലാതെ ദേഷ്യം കൊണ്ട് മാത്രം ഞാൻ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ പേരിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ വന്ന് താമസം തുടങ്ങിയിരിക്കുന്ന എന്നും പറഞ്ഞിങ്ങനെ വേദാ ശങ്കരനാരായണൻ എന്ന സ്ത്രീയുമായി വിക്രം സുധാകരൻ എന്ന ഞാൻ ഒപ്പുവെക്കുന്ന കരാറെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വായിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം നേരത്തേനും വേദയുടെ കയ്യിൽ പിടിക്കുക. അപ്പം ഞാനത് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേദ അത് വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതും ഇതെല്ലാം അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വിക്രം വേദയെ അവിടെ ഇട്ട് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുക. ദേ വായിക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ വിക്രം ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മയ്ക്കും ആകെ വല്ലാതെയായിട്ടോ. അങ്ങനെ നമ്മുടെ വേദ അന്ന് ആ പേപ്പറും കൈ പിടിച്ച് ഇങ്ങനെ വായിച്ച കാര്യങ്ങളും ആ പേപ്പറും പിടിച്ച് പിന്നെ വിക്രം ജീവനും കൊണ്ട് ഇറങ്ങി ഓടിയ കാര്യങ്ങളും ഒക്കെ നമ്മുടെ വിക്രം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ. എന്നിട്ട് ഈ പേപ്പറും കൈ പിടിച്ച് ഇങ്ങനെ അത് ഓർത്ത് ഇരുന്ന് ഇങ്ങനെ സ്വയം കണ്ണ് നിറഞ്ഞ് ചിരിക്കുക കേട്ടോ. വിക്രത്തിനിപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. വിക്രം എന്നിട്ട് ഇങ്ങനെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവസാനം സുധാകർ മാഷിൻ്റെ വീട് വിട്ട് ഇറങ്ങിയല്ലേ എന്ന് അവിടുത്തെ തിരുമേനി വന്ന് വേദയോട് ചോദിച്ചു. ആ ചെറുക്കനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് കുറേ നോക്കിയതല്ലേ, എന്താ ചെയ്യാം, ചില വിധികൾ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെന്ന് അദ്ദേഹം പറയണു. ഈശ്വരൻ നിശ്ചയിക്കണമെന്നും മാഷിൻ്റെ ഭാര്യയുടെ എത്ര കാലമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് അറിയാമോ അത്? ആ ചെറുക്കൻ്റെ നല്ല കാലം തെളിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. എല്ലാത്തിനും ഒരു കാലം വേണമെന്നാണല്ലോ എന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈശ്വര രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വേദ തൊഴുത് വലം വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കമല അവിടെ നിന്ന് വേദയെ കണ്ടു. എന്നിട്ട് വേദയെ മോളെ എന്നും പറഞ്ഞ് വിളിക്കുക. അമ്മയെ കണ്ടപ്പോഴേക്ക് ഓടിച്ചെന്നു അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി കമലയെ കണ്ടപ്പോഴേ. കമലയ്ക്കും അതുപോലെ തന്നെ വേദയെ കണ്ടപ്പോഴും സന്തോഷം. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു മോളെ എങ്ങാനും ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടാലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് കമല വേദയോട് പറയാം. വിക്രമനോട് വഴക്കിട്ട് മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് സങ്കടമായെങ്കിലും അത് കുറേ കാലം നീണ്ടു പോകുന്നതാണെന്നുള്ളൊരു വിചാരം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അമ്മ പറയുക കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുന്ന ഒരു ചെറിയ പിണക്കം എന്ന് കരുതാനായിരുന്നു അമ്മയ്ക്കിഷ്ടം എന്നൊക്കെ വേദയോട് കമല പറയണു. അപ്പോൾ ഇതൊക്കെ കേട്ട് വേദ കരഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷേ മോളത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് അമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നുള്ള കാര്യം പറയുമ്പം അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ നിൽക്കുക. വേദ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വേദ ചോദിച്ചു. അപ്പോൾ ഒപ്പിട്ട് അയക്കുന്ന ഒരു തുണ്ട് കടലാസും പിന്നെ കോടതിയിൽ നിന്ന് ചാർത്തി കിട്ടുന്ന ഒരു പേപ്പറും മതിയോ മോളെ എല്ലാം അവസാനിപ്പിക്കാനെന്ന് ചോദിക്കുമ്പം അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു വേദ. എനിക്ക് അമ്മ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു വീട്ടിലെത്തുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അതുപോലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും മാത്രമല്ല കിട്ടുന്നതെന്നും പിന്നെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ അങ്ങനെ ഒരുപാടൊരു ബന്ധം ഒരു കുടുംബം തന്നെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു തോന്നലിൽ അതൊന്നും വേണ്ടെന്ന് വെച്ച് പിരിയാം. പക്ഷേ അങ്ങനെ മനസ്സുകൊണ്ട് സമ്മതിക്കാൻ പറ്റാത്ത ചില മറ്റു ബന്ധങ്ങളും ആ വീട്ടിൽ ഉണ്ടാവില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കും, എന്നൊന്നും മനസ്സിലാവുന്നില്ല.
അതോ നീ ഞങ്ങളെയും താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളായിട്ടാണോ കണ്ടിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എന്താ അമ്മയും അച്ഛനും ഒക്കെ എല്ലാ കാലത്തും എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പം നീയും വിക്രവുമായിട്ടുള്ള പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മോളെ അത് ബന്ധം വേർപെടുത്താനുള്ള തലത്തിലേക്ക് വളർന്നുവെന്ന് മോളയച്ച നോട്ടീസ് അയച്ചപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വേദം ഞാൻ നോട്ടീസ് അയച്ചു അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നോട്ടീസ് അയച്ചെന്നോ? ആര് നോട്ടീസ് അയച്ചെന്നോ? അപ്പോൾ മോൾ അറിഞ്ഞിട്ടല്ലേ ആ നോട്ടീസ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലമ്മേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വേദ അമ്മയോട് പറഞ്ഞു. എന്ത് നോട്ടീസ് അമ്മയെന്ന് ചോദിച്ചു. മോനെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആ മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിട്ടിരിക്കുന്നത് മോളാണല്ലോ എന്ന് നമ്മുടെ അമ്മ ഇങ്ങനെ വേദയോട് പറയുമ്പോഴാണ് വേദ ശ്രീകാന്ത് അന്ന് ഒപ്പിടിയിപ്പിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ മോളിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കമല ഒരു വിളി. അപ്പോൾ വേദയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. വേദ ആകെ പെട്ടുപോയി. അമ്മേ അപ്പോഴത്തേക്കും വേദയ്ക്ക് കരച്ചിൽ വന്നു. അത് അയച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെന്ന് വേദ പറയാം കേട്ടോ. അപ്പോൾ കമൽ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അതും പറഞ്ഞ് നമ്മുടെ വേദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കമലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കമല അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് വേദ ആ പോക്ക് പോയത് ചേട്ടൻ്റെ അടുത്തേക്കാണ്. ചേട്ടനോട് പൗഡറൊക്കെ ഇട്ട് സുന്ദരനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദ ഇവൻ്റെ മുറിയിലേക്ക് ചെന്ന് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. പെങ്ങടെ വരവും നിപ്പൊക്കെ കണ്ടപ്പോൾ ഇവൻ അന്തം വിട്ട് നോക്കുക. നിങ്ങൾ വിക്രമനുമല്ല നോട്ടീസും അയച്ചോ എന്ന് വേദ അന്നേരം ചോദിച്ചു. അയച്ചിരുന്നോ എന്നാ ചോദിച്ചത്. ആ നോട്ടീസ് നീ തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നത് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. പക്ഷേ അത് അയക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചോ എന്ന് വേദ ചോദിച്ചു. എന്നാലും അത് വേണ്ടതല്ലേ വേദ? എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് പോലെ മറ്റൊരു വിവാഹം ചെയ്ത് ജീവിക്കാനാണോ എന്ന് ചോദിക്കുമ്പം നീ ബഹളം വയ്ക്കാതെ പതുക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം മറ്റുള്ളവർ കേൾക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടല്ലേ എന്ന് ചോദിച്ചു വേദ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നടന്നതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ ഇങ്ങനെ പ്രായമുള്ളവരെ വലിച്ചഴക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പം പക്ഷെ എന്നെ സംബന്ധിക്കുന്ന കാര്യം എന്നോട് ചോദിക്കാതെ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉള്ളതെന്ന് വേദ ചോദിച്ചു. അപ്പോൾ അന്ന് നീ സ്വമേധയെ ഒപ്പിട്ട് എന്നല്ലേ വേദാന്ന് ചോദിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു. അത് അയക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നിൻ്റെ പ്രശ്നം. ഓരോ സമയത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നീ ഓരോന്നും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അന്നത്തെ മാനസികാവസ്ഥ അനുസരിച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നേ അരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? കേട്ടിരുന്നെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിച്ചു. ഓഹോ, അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്രൈമൊക്കെ ചെയ്തത് ഞാൻ കാരണമാണല്ലേ എന്ന് ചോദിക്കുമ്പം എന്താ സംശയം? നിനക്കറിയാവുന്ന ശ്രീയേട്ടൻ മുൻപ് ഇങ്ങനെയായിരുന്നോ? അല്ലല്ലോ, ആണോ എന്നൊക്കെ ചോദിക്കുക. ഞാനും അച്ഛനും കൂടി എന്തൊക്കെ ആലോചിച്ച് വെച്ചതാ. നീയും നിന്റെ നശിച്ച മുത്തശ്ശിയും കൂടിയല്ലേ എല്ലാം തൊലച്ചതെന്നൊക്കെ ചോദിച്ചു ശ്രീകാന്ത് വേദയോട്. ഇനിയിപ്പോൾ ഞാൻ തീരുമാനിച്ചതുപോലെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതിയെന്നും അവരുമായിട്ടുള്ള ബന്ധം ആദ്യം അവസാനിപ്പിക്കാൻ നോക്കാം, അത് കഴിഞ്ഞാവാം ബാക്കിയുള്ള ആലോചനകളെന്ന് പറയുമ്പോൾ അതിന് എൻ്റെ സമ്മതം വേണ്ട എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. എന്നാൽ അങ്ങനെ നോട്ടീസ് അയച്ചത് ഞാനല്ലെന്നും അതിൽ എന്നെ കൊണ്ട് ബലമായി സൈൻ ചെയ്യിപ്പിച്ചതായിരുന്നുവെന്നും ഞാൻ അച്ഛനോട് പറഞ്ഞാലോ എന്ന് വേദ ശ്രീകാന്തിനോട് ചോദിക്കും. ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതിലേക്കെത്തിയ സാഹചര്യങ്ങളും വിശദീകരിക്കാം, എന്താ വേണോ അതെന്ന് ചോദിക്കുമ്പോഴും ശ്രീകാന്ത് നിന്ന് ചിരിക്കുന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ എന്നോട് ചെയ്തതും അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാലേ നീ ചെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു. പരമാവധി ഇവിടെ നിന്ന് ഞാൻ പുറത്താകുമായിരിക്കും. അത്രയല്ലേ ഇവിടെ സംഭവിക്കുള്ളൂ. പക്ഷെ നിന്റെ വിക്രമനും അച്ഛനും കുടുംബത്തിനും എല്ലാം എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ ശരിക്കും ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു എന്ന് വേദ ചോദിക്കുമ്പം അല്ല, ഒട്ടുമായിരുന്നില്ല. പക്ഷെ വിയർപ്പൊഴുക്കി നേടിയതിനും വളർത്തിക്കൊണ്ടുവന്നതിനും എല്ലാം വെറും കാവൽപ്പട്ടി മാത്രമായിരിക്കുക എന്നുള്ളത് ആരായാലും റിയാക്ട് ചെയ്ത് പോവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. സ്ഥാപനങ്ങളുടെ ഷെയറുകളാണോ നിങ്ങളുടെ പ്രശ്നം? അതൊക്കെ അങ്ങ് വിട്ടു തന്നാലോ എന്ന് വേദ ചോദിക്കുമ്പോൾ നിവർത്തിയില്ലല്ലോ. ക്രയവിക്രയം ചെയ്യാൻ നിനക്ക് അവകാശം ഇല്ലല്ലോ. നിന്റെ അടുത്ത തലമുറയ്ക്കല്ലേ അത് പറ്റൂ എന്ന് ചോദിക്കാം. പിന്നെ അച്ചാച്ചൻ ചെയ്തു വെച്ചു പോയ കുരുക്ക് അതങ്ങനെയല്ലേ? അതുകൊണ്ട് ആ തലമുറ ആരായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആദ്യമേ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ശ്രീകാന്ത് പറയാം. നീ അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ? എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ മുറിയിൽ ഇപ്പം നടന്നത് നമുക്ക് രണ്ടാൾക്കും ഇടയിൽ സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ഇപ്പോഴും ഇയാൾ വേദയെ പറഞ്ഞിതാക്കി. വേദ എന്നിട്ട് ഇനി എന്തെന്നുള്ള ഇതിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി വെച്ച് കെട്ടി അവിടേക്ക് വരുവാണ് നമ്മുടെ പുളിക്കൻ വന്നിട്ട് വിക്രത്തെ വിളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ വിക്രത്തെ പുറകിൽ നിന്ന് വിളിച്ചു. അതെ, എന്തായാലും
ഇലക്ഷൻ വരെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ, അത് തെറ്റിക്കണ്ടെന്ന് അച്ഛൻ പറയുക, പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് വിക്രം പോകാൻ ഇറങ്ങുന്നു. പുളിക്കുന്നതൊക്കെ കേട്ട് നിൽക്കുക. തിരിച്ച് അച്ഛൻ ഞാൻ തന്ന വാക്ക് പാലിക്കുമെന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്ന് വിക്രം പറയുക. ഇതെല്ലാം പുളിക്കൻ ഇങ്ങനെ കേട്ട് ചിവട്ടം പിടിച്ചിങ്ങനെ നിൽക്കുക. വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. വിക്രം പോയപ്പം മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് വേദയെ കണ്ടിരുന്നു, ആ വക്കീൽ നോട്ടീസ് ആ കുട്ടി അറിഞ്ഞുകൊണ്ട് അയച്ചതല്ലാന്ന കാര്യം പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. അപ്പോൾ അച്ഛനും ഇങ്ങനെ നോക്കുക കേട്ടോ, കുട്ടി അറിഞ്ഞിട്ടല്ലെങ്കിൽ. അപ്പോഴും വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അത് തള്ളിക്കളഞ്ഞു. അതിൽ ഒപ്പിട്ട് കൊടുത്തത് അവൾ തന്നെയല്ലേ അമ്മേ, അയച്ചപ്പോൾ അറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ തീരുമാനം അവൾ എടുത്തു കഴിഞ്ഞ കാര്യമല്ലേ എന്ന് വിക്രം ഇങ്ങനെ ഇവരോട് ചോദിക്കാം. അപ്പോൾ അതങ്ങനെ അല്ല മോനെ, അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്ന് അമ്മ വിക്രത്തോട് പറയാം. ഇപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നും തൽക്കാലം നീ അത് ഒപ്പിട്ട് തിരിച്ചയക്കുന്നില്ല, അതിവിടെ ഇരിക്കട്ടെ എന്ന് അച്ഛൻ വിക്രത്തോട് പറയുക. പിന്നെ എന്താണ് അവളുടെ അടുത്ത നീക്കമെന്ന് അറിയാവല്ലോ, അവൾക്ക് താല്പര്യമില്ലാത്ത നോട്ടീസ് ആണെങ്കിൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കാം എന്നും അച്ഛൻ വിക്രത്തോട് പറയുന്നു. ബാക്കി കാര്യം പിന്നീട് നമുക്ക് ആലോചിക്കാമെന്നും പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞു. എന്തായാലും ശ്രീനിവാസൻ്റെ ഒപ്പം നീ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഇത്, വേഗം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വിക്രത്തെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ ചിഹ്നം ശംഖ്, നമ്മൾ സ്ഥാനാർത്ഥി ശ്രീകാര്യം ശ്രീനിവാസനെ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവരങ്ങ് പോയി. ആ സമയത്ത് എല്ലാം ശരിയാകും അല്ലേ മാഷേന്ന് നമ്മുടെ അമ്മ ചോദിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ് ഇവൻ അയാളെ വിട്ട് പോരട്ടെ കമലേ, ആ കുട്ടി തിരിച്ചു വരുമെന്നേ ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും 1000 നന്ദി.